I am 28, so she's 26. 26 years എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നോ അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസമുണ്ട് ഉണ്ടാകും in a few hours. So yeah, that kind of feels weird. And I think this is important that I let it out because I don't know, I've just been feeling very weird. Yeah. അതിന് പയ്യെ ഇതൊക്കെ അങ്ങ് ശീലമായിരിക്കും വിത്ത് ലൈഫ് ചേഞ്ചിങ് ഫോർ ഗുഡ് റീസൺ. ഓക്കെ, ഡോണ്ട് ഗെറ്റ് മീ റോങ്. ബട്ട് നല്ലൊരു മാറ്റമാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഈസ് സോ റെസിസ്റ്റൻറ്റ് ടു ഇറ്റ്, യുനോ. കാരണം നമ്മൾ ഭയങ്കര യൂസ്ഡ് അല്ലേ ഒരു രീതിയിൽ. അത് പെട്ടെന്ന് മാറുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഒരു എന്തോ പോലെ. എനിവേസ്, മറ്റേ ഡിസ്റ്റൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന സമയത്ത് മറ്റേ ഉറങ്ങാനും ഫുഡ് കഴിക്കാനും മാത്രം വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഓസി ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മളെയൊക്കെ ഇച്ചിരി കൂടി മിസ് ചെയ്ത്. അഹാനയുടെ വ്ളോഗിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു പോർഷനാണ് ഞാനിവിടെ വെച്ചത്. ഇതിൻ്റെ യഥാർത്ഥ ഫീലിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ആ വീഡിയോ ഫുള്ള് കാണുക തന്നെ വേണം. അപ്പം എനിക്കൊരു വീഡിയോ കണ്ട സമയത്ത് തോന്നിയെന്ന് പറയുന്നത് ദി വേ ഷീ സേസ് തിങ്സ് ഈസ് വെരി ക്യൂട്ട്, അല്ലെങ്കിൽ ആക്ച്വലി എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഒരു ജം അങ്ങനെ എനിക്ക് തോന്നിപ്പോയി. കാരണം ഒരു ചേച്ചിയമ്മ അങ്ങനെയാണ് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത്. റിലേഷൻസിന് ഭയങ്കരമായിട്ട് വാല്യൂ നൽകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു. ഒരു പക്ഷെ അഹാന കരഞ്ഞ സമയത്ത് ഞാനും അറിയാതെ കരഞ്ഞിട്ടുണ്ട്. എന്നെ പോലെ എത്രയോ ആൾക്കാർ ഞാൻ കമന്റ് പോലും കണ്ടു അറിയാതെ കരഞ്ഞു പോവുകയാണ്. കാരണം നമുക്കിപ്പോൾ ഒരു വീട്ടിൽ കഴിയുമ്പോൾ നമ്മൾ കുറേ അധികം സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരായാൽ പോലും നമ്മൾ അടി പിടി ഭയങ്കര വഴക്ക് ഭയങ്കര സ്നേഹം ഇഷ്ടം ഇതൊന്നും നമുക്ക് സത്യത്തിൽ നമുക്ക് ഫീൽ ചെയ്യത്തുമില്ല ചില സാഹചര്യങ്ങളിൽ. ചിലരാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും, ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നില്ല. ഒരു അവൾ പോയാലെന്താ അല്ലെങ്കിൽ അവൻ പോയാലെന്താ ഇങ്ങനൊരു രീതിക്കായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും ഒക്കെ. എപ്പോഴും കൂടെ ഉണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതൊരു പ്രത്യേക മൊമെന്റിൽ അവർ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നിന്ന് മിസ്സാവുന്ന, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അവരെ നേരത്തെ നമ്മൾ ചേർത്ത് നിർത്തിയതുപോലെ അതിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുകയാണെന്ന് തോന്നുന്ന ഒരു പ്രത്യേക ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ആ മൊമെന്റിലായിരിക്കും സത്യത്തിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അവരെന്തുമാത്രം നമ്മളുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം അവരുമായിട്ടൊരു ഒരു ബോണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അത് പുറത്ത് കാണിച്ചിരുന്നെങ്കിൽ പോലും നമ്മുടെ അകത്ത് ഇന്നർ ബോണ്ട് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മൊമെന്റ് ആയിട്ടാണ് എനിക്ക് അഹാനയുടെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ബാക്കി ആ ഒരു കുടുംബത്തിലെ എല്ലാ ആൾക്കാരും വ്ളോഗ്സ് ചെയ്യുമെങ്കിൽ പോലും ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലല്ല. അഹാനയുടെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഗുഡ് ടച്ച് അങ്ങനെയാണ് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അതായത് അതിനകത്ത് എന്തൊക്കെയോ മിന്നിമായുന്നത് പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളത് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ് അത്ര. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇപ്പം ഓസി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇഷാനി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൻസി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വീഡിയോസ് കണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ നമുക്കറിയാം ഒരു കല്യാണം എന്നൊക്കെ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് യൂട്യൂബർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കല്യാണമൊക്കെ വരുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിൽ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ വീഡിയോ ആണ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഓസിയുടെ വീഡിയോ കുറിച്ച് പിന്നെ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഭയങ്കര എഡിറ്റിംഗ് അങ്ങനത്തെ മെത്തേഡ്സ് ഒന്നും നോക്കുന്ന ഒരു വ്യക്തിയല്ല ഓസി. എന്തെടുക്കുന്നു അതങ്ങ് ഇട്ടിട്ട് പോവുക. നമുക്ക് ആ ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ ഏകദേശം പിടികിട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അഹാന അങ്ങനെയല്ല, കറക്റ്റ് എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് ഒരു ഗിഫ്റ്റ് പോലെ നമ്മുടെ മുന്നിലേക്ക് വ്ളോഗ്സ് തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞ കണക്ക് ആ പെൺകുട്ടി പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തുന്നത് പോലെ ഒരു ഗുഡ് ഫീൽ തന്നുകൊണ്ടാണ് നമുക്കുള്ള മുന്നിലേക്ക് ഒരു വ്ളോഗ് കൊണ്ടുവയ്ക്കുന്നതെന്ന് പറയുന്നത്. അതിലും എനിക്ക് തോന്നുന്നു അഹാന ചെയ്തിട്ടുള്ള വ്ളോഗ്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗ്, അതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഏതൊരു യൂട്യൂബറും ഇതുവരെ ഈ കല്യാണ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ വെച്ചിട്ട് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. കാരണം വേണ്ടുള്ള മൊമെന്റ് എല്ലാം കൃത്യമായിട്ട് ഈ ചുമ്മാതെ അതിൻ്റെ ഫംഗ്ഷൻസിൻ്റെ കുറേ ആൾക്കാർ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നത്, കുറേ ആൾക്കാർ ഗോസിപ്പ് പറയുന്നത്, ഇങ്ങനത്തുള്ള വീഡിയോസിൻ്റെ എല്ലാം കൂടെ കണക്ഷൻ അല്ല ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. കൃത്യമായി ഓസിയുടെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. ആ മൊമെൻറ്റിനെ കുറിച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അമ്മ, അച്ഛൻ, അമ്മമ്മ ഒക്കെ പറയുന്ന കുറേയധികം അവരുടെ ഗ്രീറ്റിങ്സ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മെമ്മറീസ് അതെല്ലാം കൂടെ ചേർത്ത് വെക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ നമ്മുടെ ഒരു കുടുംബം പോലെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നടന്ന ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസിനെ കുറിച്ച് ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ആവണം എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യമാണ്, ഒരു മൊമെൻ്റാണ്. പിന്നെ ഈ പറയുന്ന ആ സഹോദരങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ
ആ 3 സഹോദരിമാർക്ക് സത്യത്തിലൊരു ചേച്ചിയമ്മ ഒരു ഫീലാണ് ലാസ്റ്റിൽ വെച്ചിരിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എനിക്ക് അഹാന കരഞ്ഞ സമയത്ത് കൂടെ കരയും ചെയ്തു. അപ്പുറത്തേക്ക് പിന്നെയും എനിക്ക് സങ്കടം വന്ന ഈ കുഞ്ഞിലേ തൊട്ടുള്ള ഈ വീഡിയോസ് ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ഒന്നുമല്ല ഇങ്ങനത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ചില ആൾക്കാർക്കെങ്കിലും അറിയാം, നമ്മൾ എല്ലാവരുടെയും സാഹചര്യങ്ങളും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. ഈ ഫോൺ എന്നൊക്കെ പറയുന്ന സാധനം പോലും നമുക്ക് ചിലപ്പം 23 25 വയസ്സിൽ കിട്ടിയ ആൾക്കാർ ചിലപ്പം കാണും, അത്രയും വയസ്സായിട്ട് കിട്ടിയ ആൾക്കാർ കാണും. അപ്പം ചില ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഹാനയുടെയൊക്കെ കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് വന്ന് അതിന് മുന്നേ, അതായത് അത്രയൊന്നും കാത്തിരിക്കേണ്ടി വന്നിരണത്തില്ല, അതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ അവരുടെ കുടുംബമായാലും ഈ പറയുന്ന അത്യാവശ്യം ഈ പറയുന്ന നമുക്കറിയാവുന്ന നല്ലൊരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തുള്ള ക്ലിപ്സ് അല്ലെങ്കിൽ വീഡിയോസ് ഇതൊക്കെ അവർ ക്യാപ്ചർ ചെയ്ത് കൃത്യമായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പിന്നീട് ഒരു കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്ത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. കാരണം ആ മൊമെന്റുകൾ അപ്പം നടന്നു പോകുന്ന മൊമെന്റുകൾ അപ്പം പോയത് തന്നെയാണ്. അത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് നമുക്കത് കാണുമ്പം അതെന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശരിക്കും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ എല്ലാ മെമ്മറിയൊന്നും നമ്മുടെ ഇവിടെ നിൽക്കുമെന്നൊന്നും നമുക്ക് അവരെന്ത് പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസ് ഇതൊന്നും നമ്മുടെ ഉള്ളിൽ നിൽക്കത്തില്ലല്ലോ, ഓരോ ആൾക്കാരുടെ എക്സ്പ്രഷൻസ് ഒക്കെ. അപ്പം ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എത്രയോ വർഷങ്ങൾ കഴിയുമ്പം പോലും ഈ പറയുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ചേർത്ത് വെച്ച് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് വലിയൊരു മൊമെൻ്റാണ്. അത് ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു മൊമെൻ്റാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നൊരു ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഭാഗ്യം ചെയ്യണം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ പറയുന്ന ആ ഒരു വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് 3 അനിയത്തി കുട്ടികളെ കൃത്യമായിട്ട് ചേർത്ത് പിടിക്കുന്ന പക്വതയുള്ള ഒരു മെച്യൂരിറ്റി ഉള്ള കുഞ്ഞിലേ മുതൽ അവരൊക്കെ കെയർ ചെയ്യുന്ന ഒരു കംഫർട്ട് സോണിൽ അവരെ നിർത്തുന്ന ഒരു ചേച്ചിയമ്മയായിട്ടാണ് എനിക്ക് ആ ഒരു വീഡിയോ തോന്നിയെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഉത്തരം എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് കൃത്യമായിട്ട്, അതായത് നമ്മുടെ ഫാമിലിയിലുള്ള അവരൊക്കെ കൃത്യമായിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്തുനിന്ന് വിട്ടു പോകുമ്പം അതൊരു വല്ലാത്ത വേദനയായിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരം പോലും അവരിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്കൊരു പനി വന്നെന്ന് അറിയുമ്പോൾ പോലും നമുക്ക് ഭയങ്കരമായിട്ട് നോവുന്ന ഒരു തരത്തിലുള്ള കുറച്ചധികം ആൾക്കാരെങ്കിലും കാണും. എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കുടുംബത്തിലായാൽ പോലും ഇപ്പം നമ്മൾ എത്രയോ വാർത്തകൾ കാണുന്നുണ്ട്, അവരവരുടെ കാര്യം നോക്കി പോകുന്ന കുടുംബ ബന്ധങ്ങളിൽ ഈ പറഞ്ഞ സഹോദരങ്ങളുണ്ട്. അതിലപ്പുറത്തേക്ക് എന്ത് വന്നാലും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു കുത്തുവാക്ക് കൊണ്ട് പോലും നോവിപ്പിക്കാത്ത അത്തരത്തിലുള്ള സഹോദരങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള സഹോദരൻ, ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ള സഹോദരങ്ങളെ അത്തരത്തിലുള്ള ബന്ധങ്ങളെ കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ ഭാഗ്യം ചെയ്യണം. അത് ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ലക്ഷങ്ങളിൽ ഈ പറയുന്ന 10 15 പേര് മാത്രമേ ഉറപ്പായിട്ടും കാണുള്ളൂ. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ പല വാർത്തകളും കാണുന്നത് ഈ പറയുന്ന സ്വത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം അല്ലെങ്കിൽ ഈ പറയുന്ന പണത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിപിടി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയുന്ന കാര്യം അഹാന പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് ഓസി വീട്ടിൽ വരുന്നത് തന്നെ ഫുഡ് കഴിക്കാനും ഉറങ്ങാനും വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയുന്നത്. ഓസിക്ക് ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്, പലപ്പോഴും ഞാനും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവരൊക്കെ ടൂറ് പോകുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് പോണ സമയത്ത് അമ്മയും 3 പെൺമക്കളും കാണും. പക്ഷെ ഓസി അതിൽ നിന്ന് മിസ്സിങ് ആയിരിക്കും. ഓസിയുടെ ആയിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് അവിടെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ടായിരിക്കും അത് എനിക്കൊന്ന് അഹാനയ്ക്ക് വല്ലതായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുമാതിരി വേദനിപ്പിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയോ പറയുകയോ ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു പറയുന്ന കണക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെയൊക്കെ അല്ലെങ്കിൽ ആ മൊമെൻറ്റുകൾ വലിയ പ്രീഷ്യസ് ആയിരുന്നിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് പോലെ ആ പെൺകുട്ടി പറയുന്നത് പോലെ തോന്നി. ഇപ്പം ഉറപ്പായിട്ടും ഇപ്പോൾ ഓസയ്ക്കും അതേ ഫീൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. ചിലപ്പം മേ ബി അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ അതല്ല അവൾ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു പുരുഷൻ്റെ കൂടെ കിട്ടുന്ന സമയത്ത് ചിലപ്പം ഇവരുടേതായിട്ടുള്ള ചിലവരങ്ങനെയാണല്ലോ, അമ്മ അച്ഛന് കൂടപ്പിറപ്പുകൾ എല്ലാവരുടെയും കൂടെ സ്നേഹം ഒന്നിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഒരുപക്ഷെ ആ ഒരു ത്രാസ് ഒരുപോലെ തന്നെ ഇരിക്കും. കാരണം അവിടെ പോകുന്നതും അവരെ ജസ്റ്റ് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും അവരുടെ ആ ഫീലിങ്സ് ഇവരിൽ നിന്ന് തന്നെ, അതായത് ഭർത്താവിൻ്റെ നിന്ന് കിട്ടുന്നവരാണെങ്കിൽ അത് ഓക്കെ ആയിട്ട് പോകും. പക്ഷെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആ കുടുംബാംഗങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടണമെന്നില്ലല്ലോ, കാരണം അവൾക്ക് പകരമായിട്ട് അവരാൻ കാണത്തില്ല. അപ്പോൾ ഈ പറയുന്ന അഹാന പറഞ്ഞതുപോലെ ഇനിയെങ്കിലും ഓസിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ട് കുറച്ചുകൂടി ടൈം ഈ പറയുന്ന അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ കഴിയട്ടെ. കാരണം അഹാനയുടെ വേർഡ്സിൽ കുറച്ചധികം പെയിൻ ഉള്ളതുപോലെ തോന്നി. എന്തൊക്കെയോ സഹോദരിയെ മിസ് ചെയ്യുന്ന വല്ലാത്ത. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം സഹോദരി ഇങ്ങനെ അഹാനേക്കഴി ഇളയതാണ് സഹോദരി. അപ്പം ആ സഹോദരി ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഈ പെൺകുട്ടി ഇനി അവളുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുമ്പോഴത്തേപ്പോൾ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ ഇത്രയും നാൾ വിട്ടു നിൽക്കാത്തത് കൊണ്ടുള്ള ഒരു സംഭവമായിരിക്കും സംഭവിച്ചത്. മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇത് മാത്രമല്ല, മറ്റൊരു തരത്തിൽ ആ പെൺകുട്ടി പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്.
നമ്മൾ അതുവരെ ഒരു കുടുംബമാണ്. അത് ചേട്ടനായാലും അനിയനായാലും അനിയത്തിയായാലും ചേച്ചിയായാലും എല്ലാവരും ചേർന്ന് ഒരമ്മ പെറ്റ മക്കൾ അങ്ങനെ കഴിയുന്ന സമയത്ത് നിന്ന് പെൺമക്കളെ പറിച്ചു നടുന്ന സമയത്ത് അനുഭവിക്കുന്നൊരു വേദന എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. കാരണം അമ്മ അച്ഛൻ അതുവരെ ഉണ്ടായിരുന്ന കുടുംബം ഇവരിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് മറ്റൊരു കുടുംബത്തിലേക്ക് പിന്നെ പോകുമ്പം നമുക്ക് പലതരത്തിലുള്ള പിന്നെ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു അതിഥി പാത്രമായിട്ട് മാറുകയാണ് പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടിക്കൊണ്ട് അവളെ പോകുന്ന ആ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അവൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പോകുവാണ് എന്നൊരു തോന്നൽ ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ ജീവിതം വിജയിക്കും. അത് കുടുംബജീവിതം ആ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ കുടുംബജീവിതം മാത്രമല്ല, നമുക്കറിയാവുന്ന കാര്യമാണ് അമ്മായിമ്മ പോര് അല്ലെങ്കിൽ മറ്റുള്ള നാത്തും പോര് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കുടുംബം എത്രത്തോളം അവളെ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവളും ഇതുപോലെ അവളുടെ കുടുംബത്തെ വിറ്റിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു എന്ത് പറയുന്നത് ലോൺലെസ് അവർക്ക് തോന്നരുത്, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നികത്തി കൊടുക്കണം എന്ന് ഏത് വീട്ടുകാർക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കംഫർട്ട് സോണിൽ അവൾ പോവും. അത് അവസാനം വരെ പോകും. അങ്ങനെ പോകാൻ പറ്റാത്ത ഫാമിലീസിനാണ് ഇത് മറ്റൊരു വീട്ടിൽ നിന്ന് വന്നവളല്ലേ, ഇവൾ നമ്മൾ ആരുമല്ലോ, നമ്മളെല്ലാം ഒരു സ്പേസിലുള്ള ആൾക്കാരാണ്, നമ്മളെല്ലാം ഒരു രക്തബന്ധത്തിലുള്ള ആൾക്കാരാണ്, മറ്റവൾ വേറെ എവിടുന്നോ കയറി വന്നതാണ്, ഇങ്ങനെ ഫീൽ കൊടുക്കുന്ന ചില ആൾക്കാരെങ്കിലും ഉണ്ട്. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ ഒരു ഒറ്റപ്പെടൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ചില സമയങ്ങളിൽ അവരത് തുറന്ന് പറയത്തില്ല, ചില സമയങ്ങളിൽ അവർ പൊട്ടിത്തെറിച്ചു പോകും, ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ കൊണ്ട് ആ കുടുംബബന്ധം തകരരുതെന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരും കാണുമായിരിക്കും. അത് ചിലപ്പം ഒരിക്കലും പുറത്തു വരത്തില്ല. എന്തെങ്കിലും പുറത്ത് വരണമെന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ ആ പെൺകുട്ടി അവളെ കാരണം ആ കുടുംബം തകരുത് അത്രയും വലിയ എന്തെങ്കിലും ഒരു രഹസ്യം കാണും അവരുടെ ഉള്ളിൽ. അപ്പോൾ അതുപോലും പുറത്ത് വരരുതെന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് ചിലപ്പോൾ ഉരുകി തീരുന്ന കുറേയധികം പെൺകുട്ടികളാണ് ചില ടൈമിൽ ഒരു പ്രത്യേക മൊമെൻറ്റിൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകുന്നതും. പക്ഷെ എന്നാൽ പോലും അവർ ചില സമയങ്ങളിൽ മറ്റൊരാളുടെ കുടുംബജീവിതം അവൾ കാരണം തകരരുതെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്തായിരിക്കും മേ ബി ചിലപ്പം ഈ പറയുന്ന എന്ത് പറയുന്നത് ആത്മഹത്യ അങ്ങനത്തുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ വീട് വിട്ട് പോക്ക്, അല്ലെങ്കിൽ ഡിവോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതൊരു വലിയൊരു സംഭവമാണ്. അഹാനയുടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ പറയുന്ന ചൈൽഡ്ഹുഡ് മൊമെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരുമായിട്ടുള്ള ഒരു ബോണ്ടിങ്സ്, പിന്നെ ഈ പറയുന്ന ഒരു വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു അടുപ്പം, ഇഴയടുപ്പം, അതല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വീട്ടുകാരുടെ വേദന, ആ പെൺകുട്ടിയുടെ വേദന, ഇങ്ങനെ കുറേയധികം സംഭവങ്ങൾ മെസ്സേജസ് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടുന്നതായിട്ട് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്.